അലമ്പാറ്റൊക്കെ ഉണ്ടാവും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ യോഗത്തിൽ, പണ്ട് നമ്മളിതൊക്കെ മറന്നു. അധികാരം കിട്ടിക്കഴിയുമ്പോ മറന്നു പോകും പഴയതൊക്കെ. നമ്മളൊന്നും മറക്കില്ല. ഓർത്ത് വെച്ചേക്ക്. പക്ഷെ സ്ഥലമാറ്റമൊക്കെ ഉണ്ട്. റെഡിയായിട്ടിരുന്നാൽ മതി. അമൃതാനന്ദമയി എന്ന് പറയുന്ന ആൾ ദൈവത്തെ സ്നേഹിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഒരു കുഴപ്പമില്ല. ഉമ്മം വെച്ചോട്ടെ, വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ, പിടിച്ചോട്ടെ. പക്ഷെ അതൊരു മന്ത്രി ചെയ്യുമ്പോ അതാണ്. ഇതൊന്നും ഒരു മന്ത്രി അല്ല ചെയ്യേണ്ടത്, മുഖ്യമന്ത്രി ചെയ്യേണ്ട പണിയാ. മുഖ്യമന്ത്രി ചെയ്യേണ്ട പണിയാണ് ഇതൊക്കെ. തെറ്റാണ്. അതൊരു മന്ത്രി ചെയ്യേണ്ടതല്ല, ഒരു മന്ത്രിയുടെ പണിയല്ല. അതാണ് പ്രശ്നം. മുഖ്യമന്ത്രി ചെയ്യേണ്ട പണിയാ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിനു മുമ്പ് ഒരു മഹത് വചനം ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞതാ. ഒരു സമൂഹത്തെ നശിപ്പിക്കണമെങ്കിൽ അവരുടെ ചരിത്രം നശിപ്പിച്ചാൽ മതി. ഒരു സമൂഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ അവർ അവരുടെ ചരിത്രം പഠിച്ചാൽ മതി. ചരിത്രം പഠിക്കാൻ ഞാൻ പറയുന്നത് UDF-കാരോടല്ല കേട്ടോ. ഈ വീഡിയോ അവര് ശ്രദ്ധിക്കുകയേ വേണ്ട. പുള്ളിക്കാരന്റെ പൊന്നാട എണീക്കുന്ന ഒരു സംഭവം ഉണ്ടായല്ലോ. എന്തുകൊണ്ട് യൂത്ത് ലീഗ് അതിനെതിരെ ഒന്നും പറഞ്ഞില്ല? അല്ല, നമ്മള് ക്ഷീരദിനാശംസകൾ എന്ന് പറയുന്നത് പൊന്നാട എണീക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. യൂത്ത് ലീഗ് അതിലൊന്നും പറയണമെന്ന് ഒരു നിർബന്ധമില്ല. ബിന്ദു കൃഷ്ണ ജീവിക്കുന്ന കൊല്ലം പ്രദേശം പോലെയോ അല്ലെങ്കിൽ ആലപ്പുഴ തിരുവനന്തപുരം പ്രദേശം പോലെയോ അല്ല മലപ്പുറത്ത് അല്ലെങ്കിൽ കോഴിക്കോട് ഈ പ്രദേശം ജീവിക്കുന്ന ഒരാളുടെ SNDP-യുമായ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഒരു അഭിപ്രായം. അതാണ്, പ്രാദേശികമായിട്ട് അഭിപ്രായങ്ങളിലൊക്കെ മാറ്റം വരും. വെള്ളാപ്പള്ളി നടേശൻ എതിര് പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ജില്ലയോടാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നിലപാടുകളുടെ മറ്റുമൊക്കെയാണ്. എന്ത് 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 അങ്ങനെയല്ലല്ലോ നമ്മൾ പലപ്പോഴും കേട്ടത്. വെള്ളാപ്പള്ളി നടേശന് എതിര് പറഞ്ഞത് മുസ്ലിം ലീഗിനെ കുറിച്ചാണോ? അങ്ങനെയാണോ നിങ്ങളൊക്കെ കേട്ടത്? മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അതിന്റെ പ്രവർത്തനങ്ങളെയും വിമർശിച്ചാൽ അതെങ്ങനെയാണ് വർഗീയതയാകുന്നത് എന്നത് MLA അടക്കമുള്ള നേതാക്കൾ വിശദീകരിച്ചു തരേണ്ടതുണ്ട്. മലബാർ ജില്ലയിൽ ഒരു MLA എന്ന നിലയിൽ വെള്ളാപ്പള്ളി ഇപ്പോഴും ഒരു വർഗീയവാദിയാണെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? അത് ശരിയല്ല മോളെ, ഈ ചോദ്യം ശരിയല്ല. അങ്ങനെ ചോദിക്കരുത്. വെള്ളാപ്പള്ളി പിന്നീട് ആ രീതിയിലുള്ള ശക്തമായ അദ്ദേഹം ഇടതുപക്ഷ ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് പറഞ്ഞതുപോലെ പിന്നീട് പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ല. പിന്നെ അതോടുകൂടി വെള്ളാപ്പള്ളി നല്ല മനുഷ്യനായില്ലേ, ഭയങ്കര മതേതരവാദിയായി, വർഗീയത ഒന്നും പിന്നെ മിണ്ടിയിട്ടേ ഇല്ല. അതിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള തുപ്പിയിട്ടുള്ള വർഗീയ വിഷയങ്ങളെ കുറിച്ച് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇരിക്കുന്ന ഒരു മലയാളിക്കും അതിൽ കൺഫ്യൂഷൻസ് ഇല്ല. അതിൽ ഗ്രേ ഇല്ല, ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. ബഹുമാന്യനായ MLA വെള്ളാപ്പള്ളിയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നതാണോ അതോ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ മുമ്പ് പ്രചരിപ്പിച്ചത് കളവാണ് എന്ന് സ്ഥാപിക്കുകയാണോ? രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. നമ്മളുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാള് ലഹരിക്കടത്തിലേക്കോ സമാനമായ മറ്റു കുറ്റകൃത്യങ്ങളിലേക്കോ പോകില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ അയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കും. അതിപ്പോ മുഖ്യമന്ത്രി ആയാലും MLA ആയാലും MP ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവരാകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ സുതാര്യമായും സത്യസന്ധമായും അത് വിശദമാക്കി കൊടുക്കണം. കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ലഹരിക്കടത്തിനോ സ്വർണ്ണക്കടത്തിനോ ഒന്നും കൂട്ടുനിൽക്കും എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. രാഷ്ട്രീയ വൈരാഗ്യത്താൽ അന്ധരായി അത്തരം പ്രചരണങ്ങൾ നടത്തുന്നവരുണ്ടാകാം. യൂത്ത് കോൺഗ്രസുകാരനായ മുഹമ്മദ് ഹുസൈന്റെ MDMA കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ ഒരു ചെറിയ അപാകതയുണ്ട്. 2023 നവകേരള സദസ്സ് നടക്കുന്ന സമയത്താണ് മുഹമ്മദ് ഹുസൈൻ എന്നയാളെ പരിചയപ്പെട്ടത് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. പക്ഷേ 2021 തന്നെ ഹുസൈൻ മുസാഫിർ എന്നയാളുടെ ഫേസ്ബുക്ക് പേജിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവിനോടൊപ്പമുള്ള ധാരാളം ചിത്രങ്ങളും മറ്റും പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഹുസൈൻ മുസാഫിറും മുഹമ്മദ് ഹുസൈനും ഒരാൾ തന്നെയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കളവ് പറയുന്നയാളാണ് എന്ന് കേൾക്കാൻ ഒരു മലയാളിയും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുക. അതല്ലാതെ അത് മറക്കാൻ 100 കളവുകൾ പറഞ്ഞ് ഒരു കളവ് കൂട്ടമായി മാറാതിരിക്കുന്നതല്ലേ നല്ലത്. അയാളും അതിന്റെ ഒരു വ്യക്തിമാണോ അതല്ല അയാൾ അതിന്റെ വിതരണക്കാരനാണോ? മുഹമ്മദ് ഹുസൈനെതിരെ 9-ാം തീയതി തന്നെ നടപടിയെടുത്തിരുന്നതായി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പറയുന്നു.